അറ്റോമിക് മാസ് യൂണിറ്റ് പറയുമ്പോൾ AMU പറയുമ്പോഴേക്കും അറ്റോമിക് മാസ് യൂണിറ്റ് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇവിടെ എഴുതിയിട്ടുണ്ട് അറ്റോമിക് മാസ് ഓഫ് എലമെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും ആർ ബീങ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് മാസ് ഓഫ് ഹൈഡ്രോജൻ ആറ്റം എന്ന രീതിയിൽ പറയാം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈഡ്രോജൻ്റെ മാസിനെ നമ്മൾ അപ്രോക്സിമേറ്റ്ലി എടുക്കുന്നത്, ഹൈഡ്രോജൻ്റെ മാസിനെ മാസ് ഓഫ് ഹൈഡ്രോജനെ നമ്മൾ അപ്രോക്സിമേറ്റ്ലി എടുക്കുന്നത് 1 AMU എന്ന് പറഞ്ഞ് നമ്മൾ അപ്രോക്സിമേറ്റ്ലി എടുക്കും. അങ്ങനെ വരുമ്പോഴേക്കും ഏതൊരു എലമെൻറ്റിൻ്റെ മാസിനെയും നമുക്ക് വേണമെങ്കിൽ ഈ ഹൈഡ്രോജൻ്റെ മാസിൻ്റെ ഒരു ഇൻറ്റഗ്രൽ മൾട്ടിപ്പിളായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാർബണിൻ്റെ മാസ് തന്നെ എടുക്കാം. കാർബണിൻ്റെ മാസ് നമ്മൾ പറയുന്നു 12 AMU ആണെന്ന് പറയുന്നു അല്ലേ. ഇതിന് നമുക്ക് ഹൈഡ്രോജൻ്റെ മാസായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാം? എങ്ങനെ എഴുതാം? 1 × 12 എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ ഹൈഡ്രോജൻ്റെ മാസ് ഓഫ് ഹൈഡ്രോജൻ ഇൻറ്റു 12 എന്ന് എഴുതിക്കൂടെ അല്ലേ. അപ്പോൾ ഈ നമ്പർ എന്താണ്? മാസ് ഓഫ് ഹൈഡ്രോജൻ്റെ ഒരു ഇൻറ്റഗ്രൽ മൾട്ടിപ്പിളാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പക്ഷേ ചിലതിന് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ നോക്കിയാൽ ഇതിപ്പോൾ ക്ലോറിൻ്റെ മാസാണ് 35.462 എന്ന് എഴുതിയിരിക്കുന്നത്. എന്തിൻ്റെ മാസാണ്? ക്ലോറിൻ്റെ മാസാണ്. അത് അപ്രോക്സിമേറ്റ്ലി ആണ് അല്ലേ. 35.46 എന്ന് പറയുമ്പോഴേക്കും 35.46 ഇൻറ്റു ഒന്നെന്ന് എഴുതാൻ പറ്റുള്ളൂ. അല്ല 1 × 35 എന്ന് എഴുതാനോ 36 എന്ന് എഴുതാനോ പറ്റത്തില്ല. ആവറേജ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കാർബണിൻ്റെ രീതിയിലാണ് മെയിനായിട്ടും പറയുന്നത് AMU എന്ന അറ്റോമിക് മാസ് യൂണിറ്റ്. ശ്രദ്ധിച്ചോണേ, എന്താണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്നാലും പറയാം. AMU എന്ന് പറഞ്ഞ അറ്റോമിക് മാസ് യൂണിറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന എന്തിൻ്റെ കേസിലാണ്? 1/12 മാസ് ഓഫ് കാർബൺ ആറ്റം. എന്തിൻ്റെയും ഏത് ഒരു എലമെൻറ്റിൻ്റെയും മാസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് 1/12 ഓഫ് കാർബൺ ആറ്റത്തിൽ വെച്ചിട്ടാണ്. അതായത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ആക്കി വെക്കുന്നത് ആരെയാണ്? കാർബണിനെയാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എല്ലാവരുടെയും മാസ് എടുത്തെന്ന് വിചാരിക്കാം. എല്ലാവരുടെയും മാസ് എടുത്തു. ഇപ്പം സാറ് 30, 40, 50, 60, 70, 90 അങ്ങനെ വന്ന് വിചാരിക്കാം, അല്ലെ 80 അങ്ങനെ വന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളൊരു ആവറേജ് എടുക്കുമ്പോഴേക്കും എന്താണ് 40 വന്നു വിചാരിക്കാം. 30, 40, 50, 50 ആവറേജ് വന്നെന്ന് വിചാരിക്കാം. അപ്പോൾ 50 ആവറേജ് വന്നു. അപ്പം എന്താണ് ആവറേജ് വന്നിരിക്കുന്ന 50 വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പം എന്താ പറയുക, അപ്പോൾ ഇവനിപ്പോൾ എത്രയാണ് 80 കിലോ ഉണ്ടെന്ന് വിചാരിക്കാം, അല്ല 100 കിലോ ഉണ്ടെന്ന് വിചാരിക്കാം. 100 കിലോ ഉണ്ടെങ്കിൽ എനിക്ക് പറയാം എന്താ അർച്ചിതയുടെ മാസിൻ്റെ ഡബിളാണ് അഭിഷേകിൻ്റെ മാസം നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ആരെയാണ് ഞാനിവിടെ സ്റ്റാൻഡേർഡാക്കി വെച്ചിരിക്കുന്നത്? അർച്ചിതനെയാണ് അല്ലേ. ഇനി ഇവളിപ്പം എന്താണ് 25 കിലോ ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ അർച്ചിതയുടെ മാസിൻ്റെ പകുതിയാണ് സാറയുടെ മാസ്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ എല്ലാവരുടെയും മാസ് പറയുന്നത്. അതായത് കാർബണിൻ്റെ മാസിനേക്കാൾ 1/12 മാസ് ഓഫ് കാർബൺ ആറ്റത്തിനേക്കാൾ ഇത്ര ഹെവിയർ ആണ് ഇന്ന ആൾ, ഇത്ര ഹെവിയർ അല്ല ഇന്ന ആൾ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗോൾഡ് എടുക്കുന്നു വിചാരിക്കുക. അപ്പോൾ ഗോൾഡിൻ്റെ മാസ് എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ 79 സംതിങ് എന്നാണ് ഗോൾഡിൻ്റെ മാസം വന്നത്. അത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? 1/12 മാസ് ഓഫ് കാർബൺ ആറ്റത്തിൻ്റെ 79 പ്രാവശ്യമാണ് ഗോൾഡിൻ്റെ മാസ്. അങ്ങനെയാണ് പറയുന്നത്, മനസ്സിലായി? അതായത് നമ്മൾ സ്റ്റാൻഡേർഡായി വെക്കുന്നത് ആരെയാണ്? ഇവിടെ സ്റ്റാൻഡേർഡായി വെക്കുന്നത് ആരെയാണ്? കാർബണിൻ്റെ മാസിനെയാണ്. കാർബണിനേക്കാൾ ഇത്ര ടൈംസ് ഹെവിയർ, 1/12 മാസ് ഓഫ് കാർബൺ ആറ്റത്തിനേക്കാൾ ഇത്ര ടൈംസ് ഹെവിയർ അങ്ങനെയാണ് പറയാറ്. പക്ഷേ അതെങ്ങനെയും പറയാം കാർബണിനേക്കാൾ ഇത്ര ടൈംസ് ഹെവിയർ എന്നല്ല, 1/12 മാസ് ഓഫ് കാർബൺ ആറ്റത്തിനേക്കാൾ ഇത്ര ടൈംസ് ഹെവിയർ എന്നാണ് പറയുന്നത്. അത് ഭയങ്കര മെനക്കേടാണ് പറയാൻ. അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് എങ്ങനെയും പറയാം ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഹൈഡ്രോജൻ. അതായത് ഹൈഡ്രോജനേക്കാൾ ഇത്ര ഹെവിയർ എന്ന് പറഞ്ഞാൽ മതി, സിമ്പിളായിട്ട് അങ്ങനെ പറയാം. ഇപ്പം കാർബൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോജനേക്കാൾ 12 പ്രാവശ്യം ഹെവിയർ ആണ്. ലിഥിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോജനേക്കാൾ 3 പ്രാവശ്യം ഹെവിയർ ആണ്. അങ്ങനെയും പറയാം. പക്ഷേ ജനറലി നമ്മളങ്ങനെ പറയില്ല. ജനറലി പറയുന്നത് എങ്ങനെയാണ്? 1/12 മാസ് ഓഫ് കാർബൺ ആറ്റത്തിനേക്കാൾ ഇത്ര ഹെവിയർ ആണ് എന്നാണ് പറയാറ്. മനസ്സിലായി? അപ്പോൾ സ്റ്റാൻഡേർഡായി നിൽക്കുന്ന ആരാണ്? കാർബണാണ്. മനസ്സിലായി? ഹൈഡ്രോജൻ അല്ല. ബട്ട് സ്റ്റിൽ നമുക്ക് എങ്ങനെ പറയാം? ഹൈഡ്രോജനേക്കാൾ ഇത്ര ടൈംസ് ഹെവിയർ എന്നും പറയാം. അപ്പോൾ സ്റ്റാൻഡേർഡായി വെക്കുന്ന ആര് വെച്ചിട്ടാണോ അതിന് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ അറ്റോമിക് മാസ് യൂണിറ്റ് AMU പറയാറ്. ഓക്കെ, ഈ AMUവിലാണ് നമ്മൾ ഓരോന്നിൻ്റെ മാസ് മെഷർ ചെയ്യുന്നത്. പ്രോട്ടോണിൻ്റെ മാസ് ഇതുണ്ട്. പ്രോട്ടോണിൻ്റെ മാസ് നമുക്ക് മെഷർ ചെയ്ത് കിട്ടുന്നതാണ് 1.00727 U. ഇതിനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1 AMU എന്ന് എഴുതാറുണ്ട്. പക്ഷെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴേക്കും ഈ എക്സാക്ട് വാല്യൂ തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ അതൊന്ന് എഴുതിയെടുത്തിട്ടെ. മാസ് ഓഫ് എ പ്രോട്ടോൺ, മാസ് ഓഫ് എ പ്രോട്ടോൺ നമ്മൾ കാണിക്കുന്നത് MP വെച്ചിട്ടാണ്. M സഫിക്സ് P അല്ല, ഇപ്പോൾ AMUവിൽ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ എഴുതിയാൽ മതി. മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ്ങായി എഴുതിയാലും കുഴപ്പമില്ല. മാസ് ഓഫ് പ്രോട്ടോൺ MP എങ്ങനെയെങ്കിലും എഴുതും. MP is equal to 1.00727 U. അത് കിലോഗ്രാമിൽ 1.67262 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം.
അതുപോലെ മാസ് ഓഫ് ഇലക്ട്രോൺ അത് എഴുതിക്കും. മാസ് ഓഫ് ഇലക്ട്രോൺ 0.00055 U. അതങ്ങനെ നമുക്ക് ഒരുപാട് എന്താ പറയുക ആപ്ലിക്കേഷൻ വരുന്നൊരു സംഭവമല്ല, അങ്ങനെ എഴുതിയേക്കാം. 0.00055 U. അതൊക്കെ മാസ് ഓഫ് ന്യൂട്രോൺ മാസ് ഓഫ് ന്യൂട്രോൺ നമ്മൾ കാണിക്കുന്നത് MN വെച്ചിട്ടാണ്. M സഫിക്സ് N. ഇത് 1.00866 U. അല്ലെങ്കിൽ 1.6749 × 10⁻⁷ കിലോഗ്രാം. ഇതിൽ ആരാണ് ഹെവിയർ? മാസ് ഓഫ് പ്രോട്ടോൺ, മാസ് ഓഫ് ന്യൂട്രോൺ, മാസ് ഓഫ് ഇലക്ട്രോൺ. അത് മൂന്നൊന്ന് കമ്പയർ ചെയ്ത് ആരാണ് വലുത്? ചെറിയ വ്യത്യാസമുള്ളൂ, ഭയങ്കര ചെറിയ വ്യത്യാസമുള്ളൂ. മാസ് ഓഫ് പ്രോട്ടോൺ 1.00. മാസ് ഓഫ് പ്രോട്ടോൺ എത്ര U ആണ്? 1.00727 ആണ്. പിന്നെ മാസ് ഓഫ് ന്യൂട്രോൺ വരുമ്പോഴേക്കും 1.00866 U ആണ്. അതേസമയം ഇലക്ട്രോൺ വരുമ്പോൾ അതിലും ചെറുതാണ്. അപ്പം ആർക്കാണ് മാസ് കൂടുതലെന്നാണ് ചോദ്യം. ന്യൂട്രോണിൻ്റെ മാസാണ് കൂടുതൽ. അപ്പോൾ അത് ജസ്റ്റ് എഴുതിക്കുക മാസ് ഓഫ് ന്യൂട്രോൺ MN > MP > ME. മാസ് ഓഫ് ന്യൂട്രോൺ > മാസ് ഓഫ് പ്രോട്ടോൺ > മാസ് ഓഫ് ഇലക്ട്രോൺ. അതൊക്കെ മാസ് ഓഫ് ആൻ ആറ്റം. അതൊക്കെ മാസ് ഓഫ് ആൻ ആറ്റം. ഒരു ഹെഡിങ് പോലെ നിൽക്കും. മാസ് ഓഫ് ആൻ ആറ്റം. മാസ് ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തിൻ്റെയൊക്കെ മാസ് വരുമെന്ന് പറയാമോ? ഒരാറ്റം എടുത്തു കഴിഞ്ഞാൽ ആ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുമ്പോഴേക്കും, ഇപ്പോൾ ഇതൊരു ആറ്റം ആണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, അല്ലേ? അപ്പോൾ മാസ് ഓഫ് ആറ്റം എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ആക്ച്വലി എന്തിൻ്റെയൊക്കെ മാസുകൾ വരും? ഇലക്ട്രോണിൻ്റെ മാസ് വരും, ന്യൂട്രോണിൻ്റെ മാസ് വരും, പ്രോട്ടോണിൻ്റെ മാസ് വരും, അല്ലേ? അപ്പോൾ മാസ് ഓഫ് ആറ്റം എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമുക്ക് പറയാം മാസ് ഓഫ് ന്യൂട്രോൺ പ്ലസ് മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ഇലക്ട്രോൺ, അല്ലേ? ഇത്ര വരും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം മാസ് ഓഫ് ന്യൂട്രോൺ പ്ലസ് മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ഇലക്ട്രോൺ. ഇങ്ങനെയാണ് മാസ് ഓഫ് ഒരു ആറ്റം വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ മാസ് ഓഫ് ഒരു ന്യൂക്ലിയസ് വരുമ്പോഴേക്കും എങ്ങനെ വരും? മാസ് ഓഫ് ന്യൂക്ലിയസ് എങ്ങനെ വരും? മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ന്യൂട്രോണും വരും, അല്ലേ? ഈ മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോഴേക്കും മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ന്യൂട്രോണും ആണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കൂടെ നമുക്ക് ഒരുമിച്ചൊരു പേര് വിളിക്കാമല്ലോ. ആറ്റോമിക്കാ അല്ല, പ്രോട്ടോണിനെയും അവർ രണ്ടുപേരുടെ നമ്പർ ചേരുമ്പോഴാണ് മാസ് നമ്പർ. ശരിയാണ്, പ്രോട്ടോണിൻ്റെ നമ്പരും ന്യൂട്രോണിൻ്റെ നമ്പറും കൂടി ചേരുമ്പോൾ നമ്മൾ മാസ് നമ്പർ എന്ന് വിളിക്കാറുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ചേർത്തൊരു പേര് വിളിക്കും, അറിയാമോ? ന്യൂക്ലിയോൺ എന്ന് വിളിക്കും. ന്യൂക്ലിയോൺ, ഇവ രണ്ടുപേരും ചേർത്ത് വിളിക്കുന്നതാണ് ന്യൂക്ലിയോൺ എന്ന് വിളിക്കും. അപ്പോൾ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കൂടെ ചേർത്ത് വിളിക്കുന്നതാണ് ന്യൂക്ലിയോൺ എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ഇവന്മാരുടെ മാസിനെ നമുക്ക് മാസ് ഓഫ് ന്യൂക്ലിയോൺ എന്നും വിളിക്കാം, മാസ് ഓഫ് ന്യൂക്ലിയോൺ എന്നും വിളിക്കാം. ഇതെല്ലാം ഒന്ന് എഴുതുക. മാസ് ഓഫ് ആറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ന്യൂട്രോൺ പ്ലസ് മാസ്